ഹായ് മക്കളെ, എല്ലാവർക്കും ഏകണിന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. SSLCയുടെ ആദ്യ ദിവസം നമ്മൾ എന്താണ് വളരെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി വരും ദിവസങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും, അതിൽ ഒരു സംശയവുമില്ല. ഇന്ന് കുറച്ച് സമയം മുമ്പേ എനിക്ക് കുറച്ച് മെസ്സേജുകൾ വന്നു. ആ മെസ്സേജ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് മക്കളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരിക്കൽ പോലും എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ കാര്യം, ഇന്ന് പരീക്ഷ എഴുതിയ സമയത്ത് പല കുട്ടികളും നമ്മളോട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ സമയം തികഞ്ഞില്ല എന്നുള്ളതാണ്. മക്കളെ, ഒരു കാര്യം മനസ്സിലാക്കുക, കൃത്യമായ സമയത്തിനുള്ളിൽ നമ്മൾ പരീക്ഷ പൂർത്തിയാക്കണം. അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ആ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. അവസാനത്തെ 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് നമുക്ക് വളരെ നിർണായകമാണ്. ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, അവസാനത്തെ ആ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് നമുക്ക് വളരെ നിർണായകമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ കൃത്യമായിട്ട് രജിസ്റ്റർ നമ്മൾ എഴുതിയിട്ടുണ്ടോ, അതേപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടോ, നമ്മൾ കൃത്യമായിട്ട് എന്താണ് ആൻസർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടി നോക്കാനുള്ള സമയമാണ് അവസാനത്തെ ആ ഒരു 5 മിനിറ്റ്. അതുകൊണ്ട് വളരെ കൃത്യതയോടെ എന്ത് ചെയ്യണം, നമ്മൾ പരീക്ഷ പൂർത്തിയാക്കുക. ആ ഒരു അവസാനത്തെ 5 മിനിറ്റ് നമുക്ക് വളരെ വളരെ നിർണായകമാണ്. അതിൽ യാതൊരു സംശയം വേണ്ട. ഇത് നിങ്ങളെ മനസ്സിലേക്ക് വെക്കുക. രണ്ടാമതായിട്ട്, പല കുട്ടികളും ഒറ്റയടിക്ക് വായിച്ചിട്ട് ആൻസർ എഴുതുന്ന ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. 1 2 ഇനി സമയമുണ്ടെങ്കിൽ ഒരു 3 തവണ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ്റെ വ്യാപ്തിയും അല്ലെങ്കിൽ ആ ഒരു ആഴമൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുക. അത് നിങ്ങളുടെ ആൻസറിനെ ഒരുപാട് ബാധിക്കും. അതുകൊണ്ട് തന്നെ കൃത്യതയോടുകൂടി ഏകാഗ്രതയോടുകൂടി 1 2 പ്രാവശ്യം വായിച്ച് നോക്കി അത് മനസ്സിലായി അതിൽ എന്താണോ ചോദിച്ചത് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായിട്ട്, ഇന്ന് ആദ്യ ദിവസം തന്നെ എന്താണ് പല കുട്ടികളും വളരെ എന്താണ് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. ഒന്നും സാരമില്ല. നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ പരീക്ഷ തുടങ്ങുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും എന്താണ് നിങ്ങൾ എക്സാമിനേഷൻ സെൻറ്ററിൽ എത്തുക, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ എത്തുക. നമ്മൾ ഒരുപാട് തവണ മക്കളോട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വൈകി വരുന്ന സമയത്ത് എന്താണ് നിങ്ങളെ ഓവർ ടെൻഷൻ അടിച്ചിട്ട് നമ്മളത് പരീക്ഷയൊക്കെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, മക്കൾ കുറച്ച് നേരത്തെ ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. നമ്മൾ വരുത്തുന്ന ഓരോ ചെറിയ ചെറിയ സാധനങ്ങളും അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ വലിയ ഒരു വില നമ്മൾ നൽകേണ്ടി വരും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് കട്ട സപ്പോർട്ടുമായിട്ട് ഏകൻ കൂടെ തന്നെയുണ്ട്. അതിനു മുമ്പേ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.